നിങ്ങൾ പൂച്ചയെ വളർത്തുന്ന ആളുകളാണോ എങ്കിൽ നിർബന്ധമായും ഇന്നത്തെ മജ്‌ലിസിൽ പങ്കെടുക്കുക. കാരണം പൂച്ചയെ വളർത്തുമ്പോൾ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കാനുണ്ട്. എന്തൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് ഇന്നത്തെ മജ്‌ലിസിലൂടെ നമുക്ക് വിശദമായി പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അകറ്റി ശാന്തിയുള്ള സമാധാനമുള്ള റാഹത്തുള്ള ജീവിതം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورضاك مطلوبي اللهم اقض حاجاتنا يا قاضي الحاجات اللهم ادفع بلياتنا يا دافي البليات إلهي أنت مقصودي ورضاك مطلوبي. ദാറുൽ മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്‌ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മളെ മജ്‌ലിസ് കാണുന്ന മുത്ത് മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ നമ്മളെ മജ്‌ലിസിൽ പല പ്രയാസങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രശ്നങ്ങളൊക്കെ അകറ്റി കൊടുക്കട്ടെ. ശാന്തിയുള്ള സമാധാനമുള്ള ജീവിതം നൽകി അല്ലാഹു അവരെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടിയും മജ്‌ലിസിന്റെ അവസാനം നമ്മൾക്ക് ദുആ ചെയ്യണം. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ മജ്‌ലിസിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം പൂച്ചയെ കുറിച്ചാണ്. ഉസ്താദ് ഇങ്ങനെ വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ഇന്ന് വ്യാപകമായി നമ്മളെ സമൂഹത്തില് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന അതല്ലെങ്കിൽ ജനങ്ങൾ വളർത്തി വരുന്ന ഒരു ജീവിയാണ് പൂച്ച എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പല ആളുകളും ചോദിക്കാറുണ്ട്, പൂച്ചയെ വളർത്താൻ പറ്റുമോ? പൂച്ചയെ വളർത്തുന്നത് ഇസ്ലാമിൽ എന്താണ് അതിന്റെ കാഴ്ചപ്പാട് എന്ന് പലരും ചോദിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് പൂച്ചയെ വളർത്തുന്നത് സംബന്ധിച്ച് എന്താണ് മഹാന്മാര് പറഞ്ഞതെന്ന് നമ്മൾക്ക് വിശദമായി ഒന്ന് പരിശോധിച്ചു നോക്കാം. മഹാന്മാര് അവരെ കിതാബുകൾ പറയുന്നുണ്ട്, വയുസ്തഹബ്ബു തർബിയത്തുൽ ഹിറ, പൂച്ചയെ പരിപാലിക്കൽ, പൂച്ചയെ സംരക്ഷിക്കൽ സുന്നത്താണ്. അപ്പൊ പൂച്ച വളർത്തുക എന്നുള്ളത് പുണ്യമുള്ള കാര്യമാണ്. പൂച്ച ബറക്കത്തുള്ള ജീവിയാണ്. പൂച്ച നമ്മളെ വീട്ടിലേക്ക് വന്നാൽ ഒരിക്കലും അതിന് ഭക്ഷണം കൊടുക്കാതെ അതിനെ ഓടിച്ചു വിടാൻ പാടില്ല എന്ന് വരെ മഹാന്മാര് പറഞ്ഞതായി കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മഹാന്മാര് പറഞ്ഞത് വയുസ്തഹബ്ബു തർബിയത്തുൽ ഹിറ, പൂച്ചയെ സംരക്ഷിക്കൽ, പൂച്ചയെ പരിപാലിക്കൽ സുന്നത്താണ്. അതുകൊണ്ട് തന്നെ മഹാന്മാര് പറയുന്നു, വയജിബു അലാ മാലികിഹി ഇത്ആമുഹു, അങ്ങനെയാണെങ്കിൽ പൂച്ചയെ വളർത്തുന്നവർക്ക്, പൂച്ചയെ സംരക്ഷിക്കുന്നവർക്ക് നിർബന്ധമാണ് അതിന് കൃത്യമായ ഭക്ഷണം നൽകുക എന്നുള്ളത്, അതിന് വേണ്ട ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് പൂച്ചയെ വളർത്തുന്നവർക്ക് നിർബന്ധമാണെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൂച്ചക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ലെങ്കിൽ വലിയ അപകടം സംഭവിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് പരിശോധിച്ചു നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാകും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് കാണാം. ദഖലത്തിൽ മർഅത്തു അന്നാറ, നിസ്കരിക്കുന്ന ഖുർആനൊക്കെ ഓതുന്ന കൃത്യമായി നോമ്പനുഷ്ഠിക്കുന്ന ഒരു പെണ്ണ് നരകത്തിൽ കടന്നു. ആ പെണ്ണ് നരകത്തിൽ കടക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ഫീ ഹിർറത്തിൻ, ഒരു പൂച്ചയുടെ വിഷയത്തിലാണ് ആ പെണ്ണ് നരകത്തിൽ കടന്നത്. കടക്കാനുള്ള കാരണം റബദത്തുഹാ, ആ പെണ്ണ് പൂച്ചയെ കെട്ടിയിട്ടു. സുബ്ഹാനല്ലാഹ്, സാധാരണ പോത്തിനെയും അതുപോലെ തന്നെ എരുമയെയും ആടിനെയൊക്കെ കെട്ടിയിടാറുണ്ട്. ഇത് പൂച്ചയെയാണ് ഈ സ്ത്രീ കെട്ടിട്ടത്. പൂച്ചയോട് ദേഷ്യം കൊണ്ട് കെട്ടിയിട്ടതാണ്. ഫലം തുത്ഇംഹ, കെട്ടിയിട്ടത് മാത്രമല്ല, പൂച്ചക്ക് ഭക്ഷണം കൊടുത്തില്ല, പൂച്ചക്ക് ഒന്നും കൊടുത്തില്ല, ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തില്ല. വലം തദഅഹാ തഅകുലു, അതിനെ മേഞ്ഞു തിന്നാൻ, പൂച്ചയാണെങ്കിൽ ഭക്ഷണം അന്വേഷിച്ച് തിന്നുന്ന ജീവിയാണ്, അങ്ങനെ ഭക്ഷണം അന്വേഷിക്കാനും പൂച്ചയെ വിട്ടില്ല, കെട്ടിയിട്ടു. അങ്ങനെ പൂച്ച ചത്തുപോയി.
മരിച്ചുപോയി. ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഇബാദത്തുകളൊക്കെയുള്ള ഒരു പെണ്ണ് നരകത്തിൽ കടന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, പൂച്ച വീട്ടിലേക്ക് വരുമ്പോ പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാതെ പൂച്ചയോട് ദേഷ്യപ്പെടുന്ന ആളുകളെ, പൂച്ചയെ ആട്ടിവിടുന്ന ആളുകളെ നരകമാണ് നമ്മൾക്ക് ലഭിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. മാത്രമല്ല, മഹാന്മാര് പറയുന്നുണ്ട്, പൂച്ചക്കൊരു നല്ല സ്വഭാവമുണ്ട്. ആ സ്വഭാവം നിങ്ങളെ ജീവിതത്തിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. ഏതാണ് ആ സ്വഭാവം എന്നറിയോ? മഹാന്മാര് പറയാണ്, കുൻ ഹിർറത്തൻ, നീ ഒരു പൂച്ചയാവുക. അതിന്റെ വിശദീകരണം, കുൻ മുതവാദിയ, നീ ഒരു വിനയമുള്ള ജീവിയാവുക, വിനയമുള്ള അടിമയാവുക. പൂച്ച നല്ല വിനയുള്ള ജീവിയാണ്. പൂച്ചക്ക് അഹങ്കാരല്ല. മനുഷ്യന്മാർക്കാണ് അഹങ്കാരം, പക്ഷെ പൂച്ചക്ക് ഒരു അഹങ്കാരമില്ല. നല്ല വിനയത്തോടെ നടക്കുന്ന ജീവിയാണ്. അതേപോലെ നമ്മളും നടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് വിജയിക്കാൻ കഴിയും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് കാണാം, മൻ തവാലഅ റഫഅഹുല്ലാഹ്. ഒരാൾ വിനയത്തോടെ ജീവിച്ചാൽ അല്ലാഹു അവനെ പല നിലക്കും ഉയർത്തിക്കളയുന്നതാണ്. അപ്പൊ പൂച്ചയുടെ ആ വിനയമെന്ന് പറയുന്ന സ്വഭാവം നമ്മൾക്ക് ഉണ്ടാവൽ അത്യാവശ്യമാണ്. ഇൻഷാ അല്ലാഹ് പൂച്ച വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് അവസാനം നമ്മൾ പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മഹാന്മാര് പറയുന്നതായി കാണാം, പൊങ്ങാതെരുന്നാൽ പെരിയവൻ തണലുണ്ട്, പെയ്തിട്ട് കുന്നിൽ നിന്നൊലിക്കുന്നുണ്ട്. അഹങ്കാരമില്ലാതെ പൂച്ചയെ പോലെ വിനയത്തോടെ ജീവിച്ചാൽ അല്ലാഹു നമ്മൾക്ക് കൂട്ടിനുണ്ടാകും. അല്ലാഹു നമ്മളെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂച്ചയുടെ ആ വിനയമെന്ന സ്വഭാവം നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി പൂച്ച വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചില ആളുകള് പൂച്ചയെ നിസ്കാര കുപ്പായത്തിലാക്കുന്നത് കാണാം. ചില ആളുകള് നിസ്കരിക്കുന്ന മുസല്ലയിൽ പൂച്ചയെ കൊണ്ടുപോയി നിർത്തുന്നത് കാണാം. ചില ആളുകൾ നിസ്കരിക്കുമ്പോ മൗമുമായിട്ട് പൂച്ചയെ നിർത്തുന്നത് കാണാം. എന്നിട്ട് സെൽഫി എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഇടുന്നത് കാണാം. തനി അബദ്ധമാണ് എന്നാണ് അവരോട് എനിക്ക് പറയാനുള്ളത്. ഓരോന്നിനും അതിൻ്റെതായ വാസസ്ഥലങ്ങളുണ്ട്. പൂച്ചയെ നിസ്കാര കുപ്പായത്തിലാക്കാൻ പാടില്ല. പൂച്ചയെ മുസല്ലയിൽ കൊണ്ടുപോയി നിർത്താൻ പാടില്ല. നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് പൂച്ചയെ കൊണ്ടുപോകാനേ പാടില്ല. അതിന്റെ കാരണം എന്താണെന്നറിയോ? പൂച്ചയുടെ രോമം നജസാണ്. പൂച്ചയുടെ രോമം നജസാണ്. ജീവിതകാലത്ത് ജീവനുള്ള സമയത്ത് തന്നെ പൂച്ചയുടെ ശരീരത്തിൽ നിന്ന് ഒരു രോമം പോന്നു കഴിഞ്ഞാൽ ആ രോമം നജസാണ്. ആ രോമം നിന്റെ നിസ്കാര കുപ്പായത്തിലായാൽ, നീ നിസ്കരിക്കുന്ന മുസല്ലയിലായാൽ, നീ നിസ്കരിക്കുന്ന സ്ഥലത്തായാൽ നിന്റെ നിസ്കാരം ശരിയാവൂല. കാരണം നിസ്കാരത്തിന്റെ ഷർത്താണ് നജസിൽ നിന്ന് ശുദ്ധിയാവുക എന്നുള്ളത്. അപ്പൊ പൂച്ച രോമം നജസാണ്. അത് നിസ്കരിക്കുന്ന സ്ഥലത്തായാൽ നമ്മളെ നിസ്കാരം ശരിയാവൂല. അപ്പൊ പൂച്ചയെ നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. നിസ്കരിക്കുന്ന മുസല്ലയിൽ പൂച്ചയെ നിർത്താൻ പാടില്ല. പൂച്ചയുടെ ശരീരത്തിൽ നിന്ന് രോമം പോരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മളൊരു മസല മനസ്സിലാക്കേണ്ടതുണ്ട്. ജീവിതകാലത്ത് ശരീരത്തിൽ നിന്ന് പിരിഞ്ഞു പോന്ന ചില രോമങ്ങള്, അതുപോലെ തന്നെ നഖം തുടങ്ങിയ വസ്തുക്കളൊക്കെ നജസാകുന്ന ചില ജീവികളുണ്ട്. എന്നാൽ ജീവിതകാലത്ത് ശരീരത്തിൽ നിന്ന് പോകുന്ന രോമങ്ങളൊക്കെ നജസല്ലാത്ത ജീവികളുണ്ട്. ഇങ്ങനെ രണ്ട് തരം ജീവികളുണ്ട്. അത് ഏതൊക്കെയെന്നറിയോ? ഭക്ഷിക്കപ്പെടുന്ന ജീവികളുണ്ട്, അഥവാ കോഴി, പോത്ത്, എരുമ, ആട് തുടങ്ങിയ മൃഗങ്ങളുടെ ശരീരത്തിൽ നിന്ന് ജീവിതകാലത്ത് ഒരു രോമം പോന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലത്ത് കോഴി വന്നു. കോഴി വന്നപ്പോ, കോഴി ഓടിപ്പോയപ്പോ നമ്മളെ നിസ്കാരത്തിലേക്ക് കോഴിയുടെ തൂവലങ്ങൾ തെറിച്ചു. അതല്ലെങ്കിൽ മുസല്ലയിലേക്ക് കോഴിയുടെ തുവൽ തെറിച്ചു എന്നതുകൊണ്ട് അവിടെ നിസ്കരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. കാരണം കോഴി തൂവൽ നജസല്ല, പൂച്ചയുടെ രോമം പോലെയല്ല. കാരണം കോഴി എന്ന് പറയുന്നത് ഭക്ഷിക്കപ്പെടുന്ന ജീവിയാണ്. അതുകൊണ്ട് ഭക്ഷിക്കപ്പെടുന്ന ജീവികളുടെ ശരീരത്തിൽ നിന്ന് ജീവിതകാലത്ത് രോമം പോന്നാൽ, തൂവല് പോന്നാൽ അത് നജസല്ല. പക്ഷേ ഭക്ഷിക്കപ്പെടുന്ന ജീവികളുടെ ശരീരത്തിൽ നിന്ന് ചത്തതിന് ശേഷം ഒരു വസ്തു പോന്നാൽ, അഥവാ കോഴി അങ്ങ് ചത്തു, അർത്ഥതല്ല, കോഴി ചത്തതാണ്. അതല്ലെങ്കിൽ എരുമ ചത്തു, ഒരു പശു ചത്തു, അതിന്റെ ശരീരത്തിൽ നിന്ന് ഒരു രോമം നമ്മളുടെ കുപ്പായത്തിലായി. ആ
കുപ്പായം ഇട്ടുകൊണ്ട് നിസ്കരിക്കാൻ പാടില്ല. അതല്ലെങ്കിൽ നിസ്കാര കുപ്പായത്തിലായി, എന്നാൽ ആ കുപ്പായം ഇട്ടുകൊണ്ട് നിസ്കരിക്കാൻ പാടില്ല. അതല്ലെങ്കിൽ മുസല്ലയിൽ കോഴിയുടെ തുവലായി, ഏത് കോഴിയുടെ? ചത്ത കോഴിയുടെ. എന്നാൽ ആ മുസല്ലയിൽ നിസ്കരിക്കാൻ പാടില്ല, ആ തുവല് നജസാണ്. എന്നാൽ ആ കോഴി അറുത്തതാണെങ്കിൽ ആ തുവല് നജസല്ല. അതുപോലെ തന്നെ എരുമയുടെ രോമം നജസല്ല. കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. പൂച്ച അങ്ങനല്ല. പൂച്ചയുടെ ജീവിതകാലത്ത് പോന്നാലും പൂച്ച ചത്താലും അതിന്റെ ശരീരത്തിലുള്ള രോമം നജസാണ്. കാരണം പൂച്ച ഭക്ഷിക്കപ്പെടാത്ത ജീവിയാണ്. മനസ്സിലായി എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇനിയും മനസ്സിലാകാത്ത ആളുകൾ ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു മസല കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ചില ആളുകളുണ്ട് മയിൽപീലി സോക്കേസിൽ കൊണ്ടുപോയി വെക്കും. എന്തിനാ ചോദിച്ചുമ്പോൾ ക്യാഷ് കൂടാനാണെന്ന് അറിയും. ചില കുട്ടികള് മുസ്ഹഫിന്റെ ഉള്ളിൽ വരെ മയിൽപീലി കൊണ്ടുപോയി വെക്കും. അതല്ലെങ്കിൽ പഠിക്കുന്ന പുസ്തകത്തിന്റെ ഉള്ളില്, സ്കൂളിലെ പുസ്തകത്തിന്റെ ഉള്ളില്, മദ്രസയിലെ പുസ്തകത്തിന്റെ ഉള്ളില്, ബഹുമാനിക്കപ്പെടുന്ന പുസ്തകത്തിന്റെ ഉള്ളിലൊക്കെ മയിൽപീലി കൊണ്ടുപോയി വെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ചില വീട്ടുകളിലേക്ക് കയറി ചെന്നാല് അവരെ സോക്കേസിലേക്ക് നോക്കിയാല് സോക്കേസിൽ ഉണ്ടാവും 1, 2, 3 മയിൽപീലിയൊക്കെ. സുബ്ഹാനല്ലാഹ്, ബറക്കത്ത് ഉണ്ടാവൂല. മയിൽപീലി നജസാണ്. മയിൽപീലി നജസാണ്. ആ നജസ് എങ്ങനെയാണ്? ബറക്കത്തിന് വേണ്ടി വീട്ടിൽ വെക്കുക. അതുകൊണ്ട് ഒരിക്കലും വെക്കാൻ പാടില്ല. അത് നജസാണെന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇന്ന് വ്യാപകമായി മുസ്ലിമീങ്ങളും അല്ലാത്തവരും വളർത്തുന്ന ഒരു മൃഗമാണ് നായ എന്ന് പറയുന്നത്. നായ കടുത്ത നജസാണ്. നായ തൊട്ട് കഴിഞ്ഞാൽ 7 പ്രാവശ്യം കഴുകണമെന്ന് വരെ മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നിർബന്ധമാണ്. അതിൽ 1 പ്രാവശ്യം മണ്ണ് കൊണ്ട് കഴുകണം എന്നാ പറഞ്ഞിട്ടുള്ളത്. ആളുകൾ നായ പിടിച്ച് കിസ് ചെയ്യുക, നായ കെട്ടിപ്പിടിക്കുക, എന്തൊക്കെ ചെയ്യുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല. അതുപോലെ തന്നെ ബെഡ്റൂമിൽ കൊണ്ടുപോയി കടത്തുക, മാരകമായ രോഗങ്ങൾ നമ്മൾക്ക് പിടിപെടാൻ കാരണമാണ്. ഞാൻ പറഞ്ഞു വന്നത് മസാലയാണ്. എന്താണ് പറഞ്ഞത്? നായയെ നമ്മൾ വീടിന്റെ ഉള്ളിലേക്ക് കയറ്റാൻ പാടില്ല. അത് ബറക്കത്തില്ലാത്ത ജീവിയാണ്. നായ ശരിക്ക് വളർത്താൻ തന്നെ പാടില്ല. നമ്മൾക്ക് നമ്മളെ വീടിന്റെ കാവലിന് വേണ്ടി, അതല്ലെങ്കിൽ വേട്ടയ്ക്ക് വേണ്ടി വളർത്താമെന്നല്ലാതെ ആവശ്യമില്ലാതെ നായയെ ഒരിക്കലും വളർത്താൻ പാടില്ല. ചില ആളുകൾ ലക്ഷങ്ങൾ കൊടുത്തിട്ടായിരിക്കും നായ വാങ്ങുക, വെറുതെ വീടിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കറങ്ങി നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരിക്കലും വാങ്ങാൻ പാടില്ല. അങ്ങനെ നായയുള്ള വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ വരില്ല എന്ന് മഹാന്മാര് കൃത്യമായി നമ്മളെ പഠിപ്പിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി നമ്മളെ വീടിന്റെ കാവലിന് വേണ്ടി ഒരു നായ വളർത്തുകയാണ്, അതല്ലെങ്കിൽ വേട്ടയ്ക്ക് വേണ്ടി ഒരു നായ വളർത്തുകയാണെങ്കിൽ വീടിന്റെ തൊട്ടടുത്തായി അതിന് വീട് നിർമ്മിക്കാൻ പാടില്ല. കുറച്ച് വിട്ടുകൊണ്ടുപോയിട്ടാണ് വീട് നിർമ്മിക്കേണ്ടത്. അതല്ലെങ്കിൽ ബറാഅത്തിന്റെ രാവിലെ, അതല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ, ബറക്കത്തുള്ള ദിവസങ്ങളിലൊന്നും റഹ്മത്തിന്റെ മലക്കുകൾ നമ്മളെ വീട്ടിലേക്ക് വരില്ല. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇങ്ങനെയുള്ള മസലകളൊക്കെ നമ്മളെ ജീവിതത്തിൽ നമ്മൾ പഠിച്ചു വെക്കണം. അള്ളാഹു നല്ല കാര്യങ്ങൾ പഠിക്കാനും നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അർഹമുർ-റഹീമിനായ റബ്ബേ, ഞങ്ങളെ ജീവിതത്തിൽ നീ സന്തോഷം നൽകണേ അല്ലാ. പ്രയാസങ്ങൾ അകറ്റണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരെ ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. അവർക്കൊക്കെ നല്ല ജോലി നൽകണേ അല്ലാ. മക്കളില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല മക്കളെ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. നല്ല മക്കളെ നൽകണേ അല്ലാ. ദാമ്പത്യ ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല ജോലി നൽകണേ അല്ലാ. അർഹമുർ-റഹീമായ രാജാതിരാജനായ അല്ലാ, ഞങ്ങളെ മജ്ലിസ് നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങൾ വരെ പറഞ്ഞതും കേട്ടതും സാലിഹായി അമലാക്കണേ റഹ്മാനെ. ഒരുപാട് രോഗികളുണ്ട്, പൂർണ്ണ ശിഫ നൽകണേ അല്ലാ. ആയുരാരോഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ ഭക്ഷണത്തിൽ വിശാല നൽകണേ അല്ലാ. കടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ഒരാളുടെ മുന്നിൽ കൈ നീട്ടേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്കാർക്കും വരുത്തല്ല അല്ലാ. ഞങ്ങൾക്കാർക്കും വരുത്തല്ല റഹ്മാനെ. അല്ലാഹുവേ, കടം കാരണം ആത്മഹത്യയുടെ വക്കിന് പോലും എത്തിയിട്ടുണ്ട്. ഇന്നലെ ഒരു സഹോദരൻ വിളിച്ചു പറയാണ്, ഉസ്താദേ, കുറച്ച് പൈസ ഒരാളുടെ ആവശ്യത്തിന് വേണ്ടി കടം മേടിച്ചു കൊടുത്തതാണ്, അയാൾ അത് തരുന്നില്ല, ഈ മാസം അത് തന്നിട്ടില്ലെങ്കിൽ ഞാനും എന്റെ കുടുംബവും ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന്. റബ്ബേ, അത്തരം ഷർറുകളെ തൊട്ടുകാക്കണേ. ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് നൽകണേ. ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവം നന്നാക്കണേ റഹ്മാനെ.
അർഹമുറാഹിമീനായ രാജാതിരാജനായ അല്ലാ, ഞങ്ങൾ ആഖിബത്ത് നന്നാക്കണേ, മരണപ്പെട്ടു പോയ ഖബർ വിശാലമാക്കണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ, ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീക്ക് നൽകണേ റഹ്മാനെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറ ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ, നിനക്ക് വഴിപ്പെട്ട് ജീവിക്കാനുള്ള മനസ്സും ഭാഗ്യവും നൽകണേ അല്ലാ, പൈശാചികമായ ശർറുകളെ തൊട്ട് ഞങ്ങളെ കാത്തോളണേ അല്ലാ, മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കള്, ഞങ്ങളെ ഭാര്യ മക്കള്, കുടുംബക്കാര്, ജ്യേഷ്ഠന്യന്മാര്, അവരെ ഭാര്യ മക്കള്, കുടുംബക്കാര്, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരുണ്ട്, അയൽവാസികളുണ്ട്, പടച്ചോനെ വല്ലുപ്പ വല്ലുമ്മമാര്, അല്ലാ ഞങ്ങളെ സ്നേഹിച്ചവര്, ഞങ്ങളെ സഹായിച്ചവര് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവത്തും റാഹത്തും ഈമാനും തഖ്വയും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.